ഹായ്, ഞാൻ ജാസ്മിൻ ജസ്വിൻ. എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറെ പേര് കമന്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്ലൗസ് ഒക്കെ എങ്ങനെയാ കട്ട് ചെയ്യണേ സ്റ്റിച്ച് ചെയ്യണേ എന്നൊക്കെ കാണിച്ചു തരാനായിട്ട്. ഞാൻ ഇപ്പോൾ ഒരു അളവ് ബ്ലൗസിൽ നിന്ന് എങ്ങനെയാ നമുക്കത് ബ്ലൗസ് കട്ട് ചെയ്യണേ എന്നുള്ള വീഡിയോ ആണ് ഇടാൻ പോണത്. അപ്പൊ നമ്മള് അതിന് അളവ് ബ്ലൗസാണ് ആദ്യം എടുത്തേക്കുന്നത്. ഈ ബ്ലൗസിന്റെ വെച്ചിട്ടാണ് ഞാൻ അളവ് എടുക്കാൻ പോണത്. എനിക്ക് കൈ തയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഇറക്കം വേണം ഇതിന്. അത് ഞാൻ അളവ് അപ്പൊ കാണിച്ചു തരാം കൂട്ടിയെടുക്കുമ്പോൾ. പിന്നെ ഇതിന്റെ ഇതെന്ന് പറയുന്നത് ബ്ലൗസിന്റെ ഇത് തുണി, ഇത് ലൈനിങ് തുണി. ലൈനിങ്ങിന്റെ ബ്ലൗസ് ആണ് നമ്മൾ തയ്ക്കാൻ പോണത്. ഇതിപ്പോ 1 മീറ്റർ ലൈനിങ് തുണിയാണ് ഞാൻ വാങ്ങിയേക്കുന്നത്. ആദ്യം ഞാൻ ലൈനിങ് തുണിയിലാണ് ചെയ്യാൻ പോണത്. അപ്പൊ നമ്മള് ലൈനിങ്ങിന്റെ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പൊ ഈ സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ ലൈനിങ് അളവ് ബ്ലൗസ് ഇതിന്റെ കുറച്ച് നീക്കിയിട്ടിട്ട് ഞാൻ എടുക്കണ്ട്. ഇതിൽ നിന്ന് തന്നെ അളവെടുത്ത് അപ്പപ്പോ വരച്ച് വെട്ടുക ചെയ്യണത് കേട്ടാ. ഫസ്റ്റ് തന്നെ നമുക്ക് ബാക്ക് പോർഷനിലുള്ള ബാക്കിന്റെ ഭാഗമാണ് എടുക്കേണ്ടത്. അതായത് ബ്ലൗസ് നല്ല ഭാഗം ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് അതിനെ ഇവിടെ നിന്ന് അതായത് ഷോൾഡറിന്റെ അവിടെ നിന്നോട്ട് ഇവിടം വരെയുള്ളതിന്റെ ഇറക്കം എത്രയാണെന്ന് വേണ്ടതെന്ന് നോക്കാം. ഇതിപ്പോ ഒരു 15 വലിച്ചു പിടിച്ച് നോക്കുമ്പോൾ 15 കിട്ടും. അതിന്റെ കൂടെ ഒരു ഇഞ്ചാണ് കൂട്ടിയെടുക്കണ്ടേ. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം നമ്മൾ വേറൊരു പീസ് വെച്ചാണ് അടിക്കുന്നത്. ഷോൾഡർ അടിച്ചു പോകുമ്പോൾ അരഭാഗം പോകും, അല്ല അരിഭാഗം പോകും. അപ്പൊ അങ്ങനെ 1 ഇഞ്ച് അവിടെ അടിച്ചു പോകും. ഇപ്പൊ 15 ഇപ്പൊ എനിക്ക് വേണ്ട അളവ് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയെടുക്കുക തയ്യൽ തുമ്പ്. ആ അളവ് നമുക്ക് ഇതിലേക്ക് അടയാളപ്പെടുത്തിയിട്ട് കാണാട്ടാ. ഇപ്പൊ 15 ആണെന്നുണ്ടെങ്കിൽ ആ അളവ് കറക്റ്റ് 15 ആണെങ്കിൽ അതിന്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയെടുക്കുക, 16.5. ഇനി അടുത്തത് കഴുത്തകലം ഏകദേശം സാധാരണ 2-2.5 അങ്ങനെ ഒരു ഇതിലാണ് ഇടാറ്. കൂടുതലൊന്നും വൈഡായിട്ട് എടുക്കാറില്ല. പിന്നെ അത്രയും വണ്ണുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് കൂട്ടിയെടുക്കുള്ളൂ. ഇപ്പൊ ഇതിന്മേന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ഏകദേശം ഞാൻ ഈ വെച്ചേക്കണ പോലെ തന്നെ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പൊ ഏകദേശം നമുക്ക് ഇതിന്റെ അളവ് ഏകദേശം മനസ്സിലാവും. ഇപ്പൊ 2-2.5 എടുത്താൽ മതി. എന്റെ അളവ് 2.5 ആ അളവ് ഞാൻ ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ള അളവ് 2.5 എടുത്തു. അത് അടയാളപ്പെടുത്തി. ഇനി അടുത്തത് ഷോൾഡറിന്റെ ചിലർക്ക് വീതി വേണ്ടി വരും, ചിലർക്ക് വീതി കുറവുണ്ട്. ഇതിന്റെ അളവ് എന്ന് പറയുന്നത് 2 ഞാനപ്പോ അതിന്റെ കൂടെ ഒരു 2.5-2.25 എടുക്കണം. ഒരു 3/4 ഇഞ്ചോളം 2.5 ഇഞ്ചോ കൂട്ടിയെടുത്തു. 2.25 അത് ഇവിടേക്ക് അടയാളപ്പെടുത്തി. ഇനി കൈക്കുഴിയുടെ അളവ്. ആ അളവ് എടുക്കുമ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ബ്ലൗസ് ഇതിങ്ങനെ പരമാവധി നമ്മൾ ചുരിദാറിനൊക്കെ എടുത്ത പോലെയല്ല, കൈക്കുഴിക്ക് ചെറിയ ബ്ലൗസിന്റെ വരുമ്പോൾ കുറച്ചും കൂടി കുറവ് വ്യത്യാസം വരും. അപ്പൊ അത് ഇങ്ങനെ വലിച്ചു പിടിച്ച് ഇതിങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 5.5. അപ്പൊ ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ കൂട്ടിയെടുക്കുക. 5.25. അത് നേരെ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നെഞ്ചിന്റെ അളവാണ്. ഇപ്പൊ 4ആയിട്ടല്ലേ നമ്മൾ മടക്കിയിട്ടേക്കണേ. ബ്ലൗസ് മടക്കിയിട്ടേക്കണതിന്റെ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളതിന്റെ അളവ് ഏകദേശം നോക്കാം. വലിച്ചു പിടിച്ചിട്ടാ ഏകദേശം 9.5 ആ അളവ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിന്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂട്ടിയെടുക്കുക തയ്യൽ തുമ്പ്. ഇനി അടുത്തത് ഇവിടെ നിന്ന് അടിഭാഗത്തിന്റെ അളവ്. ഇവിടെ നിന്ന് ഇവിടെ വരെ എനിക്ക് 7.25. അപ്പൊ അതിന്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഇനി ഇതും തമ്മിൽ ജോയിൻ ചെയ്യുക. ഇത് ഇത്രയും കഴിഞ്ഞു. ഇനി കഴുത്തിന്റെ ഇറക്കം, ബാക്ക് കഴുത്തിന്റെ ഇറക്കമാണ് ഇനി അടുത്തത് എടുക്കേണ്ടത്. അത് ഈ ഇറക്കം തന്നെയാണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഈ ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെയുള്ള ഇതിപ്പോ ഏകദേശം ഒരു 8.25. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കണം കേട്ടാ. ഇത് നേരെ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ബ്ലൗസിന്റെ ഇറക്കമൊക്കെ വരുമ്പോ ബാക്ക് വരുമ്പോ ചിലവർ ഇങ്ങനെ കർവൊക്കെ ചെയ്ത് വരയ്ക്കണവരുണ്ട്. അപ്പൊ നമ്മളുടെ ബാക്കിന് ഇറക്കം എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ അളന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരയ്ക്കുക. അതായത് കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുക്കുക. ഇതിപ്പോ ഇത്രയും കഴിഞ്ഞു. ബാക്കിന്റെ ഭാഗം കഴിഞ്ഞു. ഇനി ഇത് ആദ്യം വെട്ടിയെടുക്കാം.
ഇത് ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം ലൈനിങ്ങുകളെല്ലാം വെട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല തുണിയിലേക്ക് കട്ട് ചെയ്തെടുക്കാം. അതായിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുക. ഇനി അടുത്തത് വെറുതെ തുണി അങ്ങനെ വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടി ഇത് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇടുക. തുണിയപ്പോൾ അധികം വേസ്റ്റ് ആയി പോവില്ല. എന്നിട്ട് ഇപ്പൊ നമ്മൾ ഈ ബാക്ക് പീസ് എടുത്തില്ലേ, അത് നേരെ ഇങ്ങനെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കയറ്റിയിടുക. അതായത് ഇവിടെയൊക്കെ നമുക്ക് തുണി കിട്ടണ്ടോ എന്ന് നോക്കണം കേട്ടോ കറക്റ്റ് ആയിട്ട്. ഈ ഫ്രണ്ട് ഭാഗം ഓപ്പൺ അല്ലേ, അപ്പൊ ഞാൻ ഈ ഫ്രണ്ട് ഓപ്പൺ ഉള്ള ബ്ലൗസ് ആണ് എടുക്കണേ. അപ്പൊ അതെല്ലാം ഇവിടെ ഇങ്ങനെ വെട്ട് നോക്കണില്ല. നേരത്തെ ഇത് വെട്ടി കഴിഞ്ഞപ്പോ ഈ ഭാഗം ജോയിന്റ് ഇല്ലാത്ത ഭാഗം വേണം കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇങ്ങനെ മടക്ക് ഭാഗം വേണം ഇങ്ങനെ വെട്ടുമ്പോ ഇടാനായിട്ട്. ഇനി ഇതിന്റെ അവിടേക്ക് ഇങ്ങനെ കറക്റ്റ് ആക്കി വെച്ച് നോക്കാം. നേരത്തെ വെട്ടിയതിന്റെ പാടുകളൊന്നും ഇല്ലാണ്ട് വേണം വരാനായിട്ട്. വേണ്ട, ഇത് കുറച്ചും കൂടി ഇറക്കാം. ഇവിടെ ഞാൻ നേരത്തെ വെട്ടിയതിന്റെ കുറച്ച് പാട് അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് ആദ്യം തന്നെ ഇത്രയും ഇതിന്റെ മേളിൽ കൂടെ വരച്ചെടുക്കണം. അപ്പൊ അതിന് മുന്നേ ആദ്യത്തെ ഒരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇറക്കം നോക്കണം. ഇത് ഈ പീസാണ് നമ്മൾ പടിയിലിട്ടേക്കുന്ന പീസാണ് ഫ്രണ്ട് ഭാഗമായിട്ട് വരിക. അപ്പൊ അതിന്റെ ഇറക്കം നോക്കാം. അത്ര നെക്കിന്റെ അത് ഏകദേശം ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഒരു 6.5 വരും. അപ്പോൾ ആ 6.5 നമ്മള് ഇവിടെ കറക്റ്റ് നമ്മൾ നേരത്തെ എടുത്ത 2.5 തന്നെയല്ലേ എന്ന് നോക്കണം കേട്ടാ. ഇതിങ്ങനെ ലെവൽ ചെയ്യുക. ആ 2.5 തന്നെ ഇവിടെ അടയാളപ്പെടുത്തുക. ഇത് കറക്റ്റായിട്ട് ഇതിന്റെ മേളിലേക്ക് കയറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് 6.5 അല്ലേ കിട്ടിയ, അതിന്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 7 ആയിട്ട് എടുക്കാം. 7 അതിങ്ങനെ അടയാളപ്പെടുത്തി ഇങ്ങനെ നേരെ വരച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുത്തു. ഇനി ഇതേപോലെ തന്നെ, അതായത് ഇപ്പൊ നമ്മൾ ഈ വെട്ടിയെടുത്ത പീസില്ലേ അതിന്റെ മേളിൽ കൂടെ തന്നെ അതേപോലെ തന്നെ ഇതേപോലെ ഇങ്ങനെ വരച്ചെടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ വരയ്ക്കുക. ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് കൂടുതൽ എക്സ്ട്രാ എടുക്കണം. അതായത് നമ്മൾ ബാക്ക് പീസ് തയ്യൽ തുമ്പോ കടക്കം 2 ഇഞ്ച് കൂട്ടി എടുത്തതിൽ നിന്ന് അതേ തുണി തന്നെ ഇട്ടിട്ട് അതിന്റെ കൂടെ ലൈനിങ് തുണിയിൽ 2 ഇഞ്ചോ 2.5 ഇഞ്ചോ കൂട്ടിയെടുക്കുക. അതേ അളവ് തന്നെ അടിയിലും കൂട്ടിയെടുക്കുക. ഇനി അതും ഇതും കൂടി യോജിപ്പിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടില് ടക്കൊക്കെ ഇട്ട് വരുമ്പോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളിലേക്കൊക്കെ കയറി വരും. അപ്പൊ നമ്മൾ കറക്റ്റ് തുണി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡ് അടിക്കാനൊന്നും തുണി തികയില്ല. അപ്പൊ അതുകൊണ്ടാണ് കൂട്ടിയെടുക്കുന്നത്. ഇനി അടുത്തത് ഇത് ഇവിടെ നിന്ന് 2 ഇഞ്ച് 2.5 ഇഞ്ച് കൂട്ടിയെടുത്തു. ഇനി അതുപോലെ തന്നെ ഇവിടെ നിന്ന് അടിയിലേക്കും ഈ അളവിൽ നിന്ന് 2 ഇഞ്ച് കൂട്ടിയെടുത്തു. ഇതിങ്ങനെ വരച്ചു. ഇനി ഇപ്പൊ നേരത്തെ ഞാൻ എടുത്ത പീസിൽ നിന്ന് അളവുകൾ ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം അളവുകളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ എടുത്തില്ലേ, അതിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച്, നേരത്തെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന പീസിൽ നിന്ന് 1.5 ഇഞ്ചല്ലേ കൂട്ടിയെടുത്തേ. അത് നമുക്ക് ഫ്രണ്ട് പോർഷന് വരുമ്പോ ഒരു 1/2 ഇഞ്ച് കുറച്ചെടുക്കണം. അപ്പൊ 1 ഇഞ്ച് ജസ്റ്റ് ഒന്ന് കുഴിച്ച് വെട്ടുക, അത്രേ ഉള്ളൂ. ഇനി ഈ പീസ് ആദ്യം തന്നെ വെട്ടിയെടുക്കാം. ഇനി ബാലൻസ് വരുന്ന പീസുകളൊന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം ഇതൊക്കെ ആവശ്യങ്ങൾ വരും ഈ തുണി ഇതിനകത്ത് വെട്ടാനായിട്ട്. ഇപ്പൊ ബാലൻസ് വന്ന തുണി നമ്മൾ ഇത്രയും നീക്കി വെച്ചു. ഇപ്പൊ ഫ്രണ്ട് ഭാഗത്തിനുള്ളതും കഴിഞ്ഞു, ബാക്ക് ഭാഗത്തിന്റെയും കഴിഞ്ഞു. ഇനി അതൊക്കെ കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ ഫോൾഡ് ചെയ്ത് വെക്കണം കേട്ടോ, എന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇത് ഇത്രയും കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് ടക്കുകൾ അളവെടുത്ത് അടയാളപ്പെടുത്താൻ പോണ്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇതിന്റെ കറക്റ്റ് പോയിന്റ് കിട്ടണം. അതിന് ഇത് 2 ഷോൾഡറിന്റെ നടുക്ക് ഇങ്ങനെ പിടിക്കുക. ഇതിന്റെ കറക്റ്റ് ആ പോയിന്റിലേക്ക് വലിച്ചു പിടിച്ച് അടയാളപ്പെടുത്തുക, വലിച്ചു പിടിച്ച് നോക്കുക. അപ്പൊ ഏകദേശം 10. അപ്പോൾ ആ അളവ് ഇവിടേക്ക് ഇതിന്റെയും മിഡിലിൽ നിന്ന് ഇവിടം വരെ 10 അല്ലേ കിട്ടിയത്. അതിന്റെ കൂടെ നമ്മൾ
അതായത് ഇതിന്റെയും മിഡില് അവിടെ നിന്ന് വേണം ടേപ്പ് എടുത്ത് അളക്കാനായിട്ട്. 10 കിട്ടിയത്. അതിന്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുക. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡർ അടിച്ചു പോകുമല്ലോ. അപ്പൊ അങ്ങനെ അടിച്ചു പോകുമ്പോ അല്ലെങ്കിൽ കയറി പോകും അതിന്റെ ടക്ക്, അതിന് വേണ്ടിയാണ്. അപ്പൊ 1/2 ഇഞ്ച് കൂട്ടിയെടുത്ത് 10.5. ഇനി അടുത്ത അളവ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന്, അതായത് ആ ഒരു ടക്ക് വന്നില്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, അവിടെ നിന്ന് തൊട്ട് ഇവിടം വരെയുള്ളതിന്റെ അളവ് നോക്കുക. ഏകദേശം 3.5. ആ അളവ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുക. 3.5യുടെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുക 4 എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ അരിഭാഗം നമ്മൾ അടിച്ചു പോകും 1/2 ഇഞ്ച്. അപ്പൊ 1/2 ഇഞ്ച് പോവാതിരിക്കും, കറക്റ്റ് ആവാൻ വേണ്ടി. അത് അത്രയും കഴിഞ്ഞു. ഇനി ഇതും കൂടി നേരെ ജോയിൻ ചെയ്യാം. ഇനി ഇതിന്റെ ഉള്ളിലുള്ള ടക്കാണ് എടുക്കാൻ പോണേ. അതിന്റെ അളവ് ഇവിടെ നിന്നോട്ട്, അതായത് പൊട്ട ഭാഗത്ത് നിന്ന് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇവിടെ നിന്നോട്ട് ഇവിടം വരെ ഏകദേശം ഒരു 1.25. ആ 1.25 കറക്റ്റ് ആക്കി തന്നെ 1.25 തന്നെ അടയാളപ്പെടുത്താം. ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 1.25 കറക്റ്റ് ആയിട്ട് അടയാളപ്പെടുത്താം. ഇത് ഇങ്ങനെയുള്ള അളവാട്ടാ. ഇത് എന്നിട്ട് ഇതും കൂടി ജോയിൻ ചെയ്യാം. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടി. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ടക്ക് പോകുന്നുണ്ട്, കണ്ടോ? ആ ടക്കിന്റെ അളവ് എടുക്കണത്. അത് ഇവിടെ നിന്നോട്ട് ഇവിടം വരെയുള്ളതിന്റെ അളവ് നോക്കാം. അതായത് 4. അതിന്റെ കൂടെ ഇവിടുന്ന് ഇവിടം വരെ 4. അതിന്റെ കൂടെ നമ്മൾ ഒരു 1.5-2 ഇഞ്ച് വരെ എടുക്കണം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ട് പറയാം. 4, 1, 2 ഇഞ്ച് എടുത്തു, 6. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇവിടെ നിന്നോട്ട് ഇവിടം വരേണ്ട ഇടയിൽ ഒരു ടക്ക് വരും എന്ന് പറഞ്ഞില്ലേ, ആ ടക്ക് അടിച്ചു പോകുമ്പോൾ ഏകദേശം ഒരു 3/4 ഇഞ്ചോളം അതിന്റെ ഉള്ളിലേക്ക് അടിച്ച് കയറി പോകും. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നിന്ന് അങ്ങനെ അടിച്ചു വരുമ്പോൾ 1/2 ഇഞ്ചും പോവും, ഇവിടെ നിന്ന് അടിക്കുമ്പോൾ 1/2 ഇഞ്ചും പോവും. അങ്ങനെയാണ് ടോട്ടൽ ഞാൻ 2 ഇഞ്ചായിട്ട് ഏകദേശം കണക്കാക്കി എടുത്തേക്കണേ. അതായത് കറക്റ്റ് അളവ് ഇവിടെ നിന്ന് ഇവിടം വരെ ഈ ബാൻഡ് വരുന്നതിന്റെ അവിടത്തെ അളവിന്ന് 2 ഇഞ്ച് 2.25 ഇഞ്ചോ കൂട്ടിയെടുക്കുക. 1.5-2 ഇഞ്ചോ കൂട്ടിയെടുക്കുക. അപ്പൊ അത് അളവ് അടയാളപ്പെടുത്തി. പിന്നെ അതുപോലെ തന്നെ ഈ കൈക്കുടിയുടെ ഇവിടെ നിന്ന് ഈ ബാൻഡിന്റെ ലാസ്റ്റ് വരെയുള്ളതിന്റെ ഇവിടം വരെയുള്ളതിന്റെ അളവ് വലിച്ചു പിടിച്ചടയാളപ്പെടുത്തുക 6.5. അതിന്റെ കൂടെയും ഒരു 1.5-2 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഇത് കറക്റ്റ് അളവ് 6.5 ആയിരുന്നു. 7, 8.5. 2 ഇഞ്ച് ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ എടുത്തേക്കണ ഒരു അളവില്ലേ, ആ അളവും ഈ അളവും കൂടി തമ്മിൽ ഇതിന്റെ കൂടെ തന്നെ ജോയിൻ ചെയ്ത് പോകണം. അതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കർവായിട്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ലെവൽ ചെയ്യാം. ഇനി അടുത്തത് ഇവിടുത്തെ ബാൻഡിന്റെ അളവാണ്. ആ അളവ് എടുക്കുമ്പോൾ 3.5 കിട്ടിയത്. പക്ഷെ ഞാൻ എന്റെ അളവ് എടുത്തേക്കണം. എന്റെ കൂടെ ഞാൻ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടി ലെങ്ത് കുറവാണ് ഈ ബ്ലൗസിന്. അപ്പൊ ഞാൻ 1/2 ഇഞ്ച് കൂടി കൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടത്തെ ഈ ബാൻഡ് എടുക്കുമ്പോ ഒരു 3.5 അല്ലേ വന്നേ, അപ്പൊ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ 4 എടുത്തു. അതിന്റെ കൂടെ ആ 4ന്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അടിച്ചു പോകുമ്പോൾ ചെറുതായിട്ട് 1/4 ഇഞ്ചോളം അടിച്ചു പോകും. ഇവിടുത്തെ അടിച്ചു പോകുമ്പോൾ ഒരു 1/4 ഇഞ്ചോളം അടിച്ചു പോകും. അപ്പൊ അത് ഞാൻ റൗണ്ട് ചെയ്തിട്ട് ഒരു 4.25, 4.5, അതായത് ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കുക. അതായത് ഇവിടുത്തെ അളവിന്റെ കൂടെ ഒരു 1 ഇഞ്ച് 3/4 ഇഞ്ചോളം തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കുക. അതെടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ വരയ്ക്കാം. ഇത് ബാൻഡിന്റെ ഇത് എത്രയും കഴിഞ്ഞു. ഇനി അടുത്തത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളതിന്റെ ഇടയ്ക്ക് ഒരു ടക്ക് വരുന്നില്ലേ, ആ ടക്കിന്റെയാണ്. ആ ടക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ചിലര് ഇതിന്റെ മിഡിലിൽ ചെയ്യും. ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ്. ഇതിന്റെ അളവിന്റെ നടുക്കുള്ള അളവ് അടയാളപ്പെടുത്താം. അത് ഇനി ഇതിനകത്ത് നോക്കണമെന്നില്ല. നമ്മളിപ്പോ ഇവിടെ ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലോ 6. അപ്പൊ നമ്മൾ ഏകദേശം 3 എടുത്തു അതിന്റെ. ഇനി ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1/4 ഇഞ്ചും അടയാളപ്പെടുത്താം. അപ്പൊ ഇതാണ് സെന്റർ പോയിന്റ്. അതായത് ഇവിടത്തെയും അളവിന്റെ നടുക്ക്. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/4 ഇഞ്ച്, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/4 ഇഞ്ച്. ഇനി അടുത്ത പോയിന്റ് കിട്ടേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉള്ളതാണ്. ആ അളവ് നമ്മൾ ഇതിൽ നിന്ന് അളന്നെടുക്കണം. ഇവിടന്ന് ഇവിടം വരെയുള്ള അളവ് 1.5. അപ്പോൾ ആ 1.5 തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ അടയാളപ്പെടുത്താം. ഈ 1.5 ഈ നേരെ നടുക്ക് വന്ന പോയിന്റും ഇതും തമ്മിൽ യോജിപ്പിക്കാൻ ഇത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ട്രയാങ്കിൾ പോലെ ആക്കി കൊടുക്കാം. ഇനി അടുത്തത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉള്ളതാണ്. അത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളതിന്റെ അളവ് എത്രയാന്ന് നോക്കാം. 2, 2.25. അപ്പൊ അതിങ്ങനെ അടയാളപ്പെടുത്താം. 2.25 അതിങ്ങനെ ഞാൻ അടയാളപ്പെടുത്തി. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള അളവ് സാധാരണ ചിലര് ചരിച്ചിട്ട് അടയാളപ്പെടുത്തും, ചിലര് സ്ട്രെയിറ്റ് ആയിട്ട് അടയാളപ്പെടുത്തും. അത് പലരും പലതരത്തിലാണ് ചെയ്യാറ്. നമുക്ക് ഏത് ഈസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്യാം. ഞാൻ അങ്ങനെ ചരിച്ചിട്ടൊന്നല്ല ചെയ്യണേ, ഏകദേശം സ്ട്രെയിറ്റ് പോലെ തന്നെ ചെയ്യണത്.
അപ്പം ഇവിടെ നിന്ന് നേരെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1/4 ഇഞ്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1/4 ഇഞ്ച്, ഈ പോയിന്റ് തമ്മിൽ ഇങ്ങനെ യോജിപ്പിക്കുക. അപ്പോൾ ആ ടക്കും കഴിഞ്ഞു. ഇനി അടുത്തത് എൻ്റെ മുകളിലത്തത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ടക്ക് വരുന്നുണ്ട്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആ ടക്കാണ് അടയാളപ്പെടുത്താൻ പോണേ. അത് ഈ നടുക്കലത്തെ ടക്കിൽ നിന്ന് തന്നെയാണ് എല്ലാ ടക്കിലേക്കും കണക്ഷൻ ഉള്ളത്. ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ 2.25 2.5 വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അത് കഴിഞ്ഞിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് ആ അളവ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി. എന്നതിന് ശേഷം അതായത് നമ്മളുടെ ഇവിടുത്തെ ഇത് വരില്ലേ ഇങ്ങനെ വന്നേക്കണത്, അവിടെ നിന്നാണ് വരണേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. അതായത് ഈ കൈക്കുഴിയുടെ ഇവിടേക്കില്ലേ, ഇവിടേക്കാണ് ആ ടക്ക് വരേണ്ടത്. ഈ ടക്കല്ല, ഇതൊന്നും വരച്ചപ്പോൾ മാറിപ്പോയതാ. ഈ കൈക്കുഴിയുടെ അവിടേക്ക്, അത് ഡൗട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് ആക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1/4 ഇഞ്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/4 ഇഞ്ച്, അതും ഇതും തമ്മിൽ യോജിപ്പിക്കുക. ഇപ്പം ഇത്രയും ടക്കുകളുടെ കഴിഞ്ഞു. ഇനി ഈ വരച്ചേക്കുന്നതില്ലേ അതൊന്ന് വെട്ടിയെടുക്കണം കേട്ടോ. ഇനി ഇതേപോലത്തെ മൊത്തം ഒരു സൈഡിലേക്ക് 3 പീസ്, ഒരു സൈഡിലേക്ക് 3 പീസ്, അങ്ങനെ മൊത്തം 6 പീസ് വേണം. ലൈനിങ്ങിന്റെ തുണിയും നല്ല തുണിയും അടക്കം. അപ്പൊ ലൈനിങ്ങിന്റെ തുണി പരമാവധി ഏതിലാ കൂടുതൽ കിട്ടാൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം വെട്ടാനായിട്ട്. ഇപ്പൊ ചിലർക്ക് നല്ല ബ്ലൗസിന്റെ തുണിയിൽ ചിലപ്പോൾ ആ തുണി അധികം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ ലൈനിങ്ങിന്റെ തുണി ഒരു സൈഡിലേക്ക് 2 എണ്ണവും ഇപ്പുറത്തെ സൈഡിലേക്ക് 2 എണ്ണം എടുക്കുക. പിന്നെ നല്ല ബ്ലൗസിന്റെ തുണി 1 എണ്ണം എടുക്കുക. അങ്ങനെ ടോട്ടൽ ഒരു സൈഡിലേക്ക് 3 എണ്ണം. അങ്ങനെയാണ് ഏകദേശം കണക്ക് വരുന്നത്. ഇതിപ്പോ 2 എണ്ണം എടുത്തിട്ടുള്ളൂ, ബാലൻസ് ഞാൻ നല്ല ബ്ലൗസിൽ നിന്ന് വെട്ടുമ്പോൾ കാണിച്ചു തരാം. അപ്പൊ ഇത് ഇങ്ങനെ ഇത്രയും കഴിഞ്ഞു. ഇനി ഈ മെഷർമെന്റ് ഒക്കെ നമ്മൾ ഇപ്പുറത്തേക്കും അടയാളപ്പെടുത്തണമല്ലോ, അപ്പൊ അധികം ബുദ്ധിമുട്ടില്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈവച്ചതിന് ശേഷം ഇവിടെ ഒന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്നും ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതൊന്ന് വിരൽ വെച്ചിട്ട് ഇവിടെയും ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ ഇതും എല്ലാ പോയിന്റുകൾക്കും ഇങ്ങനെ തന്നെ വിരൽ വെച്ചതിന് ശേഷം അടയാളപ്പെടുത്തുക. ഇതും ഇനി അത് നേരെ തിരിക്കുക. അപ്പൊ നമ്മൾ ഈ വരച്ചു വെച്ചേക്കുന്നതൊക്കെ ഇവിടെ ഉണ്ട്. ഇനി നേരെ അത് ആ പോയിന്റുകളിലേക്ക്, അതാത് പോയിന്റുകളിലേക്ക് വരച്ചെടുക്കുക. സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കണവർക്ക് അങ്ങനെ വരയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ 2 സൈഡിലും നമ്മൾ വരച്ചു വെച്ചു. ഇനി ഇത് മാറ്റി വയ്ക്കുക. നമ്മൾ നേരത്തെ മാറ്റി വെച്ച കൂട്ടത്തിൽ കൂടെ ഇത് മാറ്റി വയ്ക്കുക. ഇനി അടുത്തത് വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ഇതിന് കൈയാണ് വെക്കേണ്ടത്. അതിന് ബാലൻസ് ഉള്ള തുണി എടുക്കുക. അപ്പൊ അതായത് നമ്മൾ ബ്ലൗസിന്റെ കൈ വെട്ടാൻ പോണ്. അതെങ്ങനെയാന്ന് നോക്കാം. ഇതിപ്പോ തുണി വേസ്റ്റ് ആക്കാത്ത രീതിക്ക് നമുക്ക് ഒന്ന് മടക്കി നോക്കാം. നമുക്ക് ഇവിടുന്ന് നെഞ്ചിന്റെ അളവ് ഒരു 9.5 10 കിട്ടേണ്ടത്. അത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി തുണീനെ എന്നിട്ട് 4 ആയിട്ട് മടക്കിയിടുക. തുണീനെ 4 ആയിട്ട് മടക്കിയിട്ടു. ഇനി ജസ്റ്റ് ഒന്ന് ഇവിടെ ലെവൽ ചെയ്ത് കൊടുക്കുക. തുണി 4 ആയിട്ട് മടക്കിയിട്ടു. ഇനി ഇതിന്റെ അരികെ ലെവലൊന്ന് ഞാൻ ലെവൽ ചെയ്ത് ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ട് ലെവൽ ചെയ്യാനായിട്ട്. എനിക്ക് ഇവിടം വരെയുള്ള അളവ് എന്ന് പറയുന്നത് കൈയുടെ അളവ് 6 ലെങ്ത്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് 6 വേണ്ടത്. അപ്പൊ ആ 6 ഇതിലേക്ക് അടയാളപ്പെടുത്താം. അതിന്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കുക, കറക്റ്റ് 7. ഇനി നെഞ്ചിന്റെ അളവ് എന്ന് പറയുന്നത് എനിക്ക് വേണ്ടത്, അതായത് നെഞ്ചിന്റെ അളവ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ ഒരു 9.5 9.25 വേണ്ടത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തത് 10 ആക്കി എടുത്തു. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൈ കുഴിച്ച് വെട്ടാനുള്ളത്. ഇനി ഈ പോയിന്റിലേക്ക് ഈ പോയിന്റ് വരച്ചെടുക്കാം, കുഴിച്ച് വരയ്ക്കാം ഇങ്ങനെ. ഇനി കൈയുടെ വണ്ണം എത്രയാന്ന് നോക്കാം. വേണ്ടത് ഒരു 6.5 6.25. അപ്പൊ ഞാനൊരു അതിന്റെ കൂടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണം.
ആ തയ്യൽ തുമ്പ് ഇവിടെ ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ട്. അത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. ഇനി ഇത് ആദ്യം വെട്ടിയെടുക്കണം. ഇവിടെ ജസ്റ്റ് ഒന്ന് വെട്ടിട്ട് കൊടുക്കണേ. ആ ഷോൾഡറിന്റെ വരെ വരുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവാൻ എളുപ്പത്തിനാണ്. ഇപ്പം ഇത്രയും കഴിഞ്ഞു. ഇനി ഇതിനകത്ത് വേണ്ടതെന്ന് പറയുന്നത് കൈ ഇപ്പം ഏകദേശം കൈ എടുത്തു, ഫ്രണ്ടിലത്തെ ഭാഗം എടുത്തു, ബാൻഡ് എടുത്തു, ബാക്ക് പീസ് എടുത്തു. ഇനി വേണ്ടത് ഫ്രണ്ടിലത്തെ ഇതിന് ഇങ്ങനത്തെ ഇനി വേണ്ടത് ഫ്രണ്ടിൽ ഇതേപോലെ ഹുക്ക് പിടിപ്പിക്കുമ്പോൾ ഒരു പീസ് വേണം. അതിങ്ങനെ മറച്ചടിക്കാനായിട്ടും പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു ഭാഗം പീസ് എടുത്ത് ബാക്കിലേക്ക് ഇങ്ങനെ മറച്ചു വെക്കാനും. അങ്ങനെ 2 പീസ് വേണം. അത് നമുക്ക് ആദ്യം ഈ തുണിയിൽ നിന്ന് വെട്ടിയെടുക്കാം. അതിന് നമുക്ക് ആദ്യം തന്നെ ഒരു പീസ് സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടിയെടുക്കണം. ഇനി ഈ ഭാഗത്തിന് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് മിനിറ്റ് ഞാൻ ഒന്നുകൂടി ഇതൊന്ന് വെട്ടില്ല വെക്കട്ടെ. ഈ ഭാഗത്തിന് എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1.5-1.25 ഇഞ്ച് 2 ഇഞ്ചിന്റെ അടുത്ത് വീതി, 2 ഇഞ്ചിന്റെ അടുത്ത് വീതി മതി. നീളം ഏകദേശം നമുക്ക് ഈ അളവിന് എത്രയും നോക്കാൻ വേണ്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂട്ടിയെടുക്കാം കേട്ടോ. ഒരു 9-10 ഒക്കെ എടുക്കാം. എത്രയും വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് വെട്ടിക്കളഞ്ഞാൽ മതിയല്ലോ. ഇത്രയും ഇതിൽ വെട്ടിയെടുക്കണം കേട്ടോ. അതായത് ഇത്രയും വീതി വേണ്ടു ആദ്യത്തെ പീസിന്. അങ്ങനത്തെ ഒരു പീസ് എടുത്തു. ഇനി അടുത്തത് ഇതിന്റെ ഈ ഇപ്പുറത്തെ ഭാഗത്തെ പീസ് ജോയിൻ ചെയ്യാനായിട്ട് വേറൊരു പീസ് വേണം. അതിന് ഇതിൽ നിന്ന് കുറച്ച് വീതിയുള്ള തരം പീസ് വേണം. ലെവൽ ചെയ്തെടുക്കട്ടെ കേട്ടോ. ആദ്യം കുറച്ച് വീതിക്ക് വേണ്ടി വരും. അതായത് ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഇത്രയെങ്കിലും കിട്ടണം. അപ്പം ഇങ്ങനെ നോക്കിയിട്ട് വെട്ടിയെടുത്താൽ മതി. അപ്പം അങ്ങനെ 2 പീസ് കിട്ടി. ഇതിൻ്റെയും കഴിഞ്ഞു. ആ പീസുകളൊക്കെ അതായത് ഇങ്ങനെ മടക്കി വെക്കണുണ്ടാകും. പീസുകൾ മാറിപ്പോവാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഇതിനകത്ത് കുറേ കുഞ്ഞു കട്ടിങ്സുകൾ വരുന്നതാണ്. അതുകൊണ്ടാണ്. ഇനി അടുത്തത് ഇതിന്റെ അടിഭാഗത്ത്, അതായത് ബാക്ക് പീസിന്റെ അടിഭാഗത്ത് ഒരു പീസ് എടുത്ത് ജോയിൻ ചെയ്യണം. എന്നിട്ട് വേണം അതിനെ ഹെമ്മ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനു വേണ്ടി നീളത്തില് ഞാൻ 2 പീസ് എടുത്തു ജോയിൻ ചെയ്തെടുക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അതിൽ നിന്ന് തന്നെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ അതിൽ ഇനിയും ആവശ്യങ്ങളുണ്ട്. ബാൻഡിന് എക്സ്ട്രാ പീസ് വെട്ടിയെടുക്കേണ്ടതാ. അപ്പൊ തികയില്ല. അതായത് കുറച്ച് നീളമുള്ള പീസാണ് വേണ്ടത്. അപ്പൊ ഏകദേശം ഒരു 2 ഇഞ്ച് ആ ഒരു അളവിൽ മടക്കി എടുക്കാൻ പാകത്തിന് വേണ്ടിയുള്ളതാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തമ്മിൽ രണ്ടും കൂടി ജോയിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ മടക്കിയിട്ട് ഇതുമേന്ന് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ മറച്ചെടുത്ത് പിടിപ്പിക്കുക ചെയ്യുക. അപ്പൊ ആ 2 പീസ് അത് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ നമ്മൾ ഇവിടെ എടുത്ത ബാൻഡില്ലേ അതുപോലത്തെ 2 പീസും കൂടി എടുക്കണം. അത് ഇനി തുണി ഇവിടെ ബാലൻസ് ഉണ്ട്. ഇതിൽ നിന്ന് തന്നെ എടുക്കാം. ഇതിപ്പോ ഈ തുണി എടുത്തപ്പോ ഞാൻ 1.25 മീറ്റർ എടുത്തായിരുന്നു കേട്ടോ. കാരണം 3/4 കൈ അടിക്കാന്ന് വെച്ചിട്ട് എടുത്തത്. അതാണ് ഇത്രയും തുണി. 1 മീറ്റർ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും തുണിയൊന്നും ബാലൻസ് വരില്ല കേട്ടോ. ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണ്ടി വരും വെട്ടാനായിട്ട്. ഇത് ഞാൻ ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഇതേ അളവിൽ തന്നെ വെട്ടാൻ പോണേ. ഇതും കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇതിന്റെ സൈഡില് ക്രോസ് പീസ് പിടിപ്പിക്കാനുള്ള പീസാണ് വേണ്ടത്. കണ്ട, അതായത് ഇങ്ങനെ പിടിപ്പിക്കണ്ടായിരിക്കും. എന്നിട്ട് ഹെം ചെയ്ത് പിടിപ്പിക്കുക ചെയ്യുക. അതിനുള്ള പീസാണ് വേണ്ടത്. ഇനി ആകെ ഇത്രയും തുണികളുള്ളൂ കേട്ടോ. ഇത്രയും പീസുകളെ ബാക്കിയുള്ളൂ. ഈ ഉള്ള പീസ് വെച്ചിട്ട് വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാനായിട്ട്. ക്രോസ് പീസ് വെട്ടുമ്പോൾ എപ്പോഴും നമ്മൾ ചരിച്ച് പിടിച്ചിട്ട് വെട്ടുക. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വെട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് കൂട്ടിയെടുക്കാം. അതേ അളവിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് അത് തന്നെ ഇങ്ങനെ വരച്ചു വെക്കുക കുറച്ച്. അപ്പൊ പിന്നെ വെട്ടാൻ എളുപ്പമുണ്ട്. എന്നിട്ട് വേണം ജോയിൻ ചെയ്യാനായിട്ട്.
ഇതിന്റെ വീതി എല്ലാം ഒരേ വലിപ്പം തന്നെയാണ് കേട്ടോ. പല വലിപ്പമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അടിക്കാൻ പാടായിരിക്കും. അങ്ങനത്തെ ഒരു 4-5 പീസ് വേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചെയ്യണതിന്റെ അറ്റത്ത് ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെയും കൊടുക്കണം, ഇപ്പുറത്തെ ഭാഗത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടും കൊടുക്കണം. ഇതിപ്പോ തൽക്കാലം വെട്ടിയെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യണ ഭാഗമുണ്ട്, അപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെ വെട്ടിയെടുക്കണ്ടേന്ന്. ഇതിപ്പോ 2 പീസായി, 3 ഇതുകൊണ്ട് മതിയാവാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇനി ഇപ്പുറത്തുനിന്നും ഇതേപോലെ തന്നെ വെട്ടിയെടുക്കണം. ഇങ്ങനത്തെ 5 പീസ് കിട്ടി. ഇത് മതിയാവും. തികഞ്ഞില്ലെങ്കിൽ ഇതിന്ന് വെട്ടിയെടുക്കാം. ഇപ്പൊ ഇത്രയും പീസുകളാണ് ഇതിന് ആവശ്യമുള്ളത്. ഇത് ഈ വെട്ടിയ പീസുകളൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇനി ബാലൻസ് വന്ന പീസുകൾ കളയാൻ പാടില്ല, അതും നീക്കി വെക്കണം. ഇനി ഇത്രയും ഇത് നല്ല തുണിമേന്ന് വെട്ടിയെടുക്കാം. ഇനി അടുത്തത് നല്ല തുണി വിടർത്തിയിടുക. ആദ്യം തന്നെ ബ്ലൗസിന്റെ കൈ വെട്ടിയെടുക്കുക. അപ്പൊ അതായത് നമ്മൾ തുണി 4 മടക്കി ഇട്ടിട്ടുണ്ട്. ബ്ലൗസിന്റെ കൈ, നല്ല ബ്ലൗസിന്റെ തുണിമേ കൈ വെട്ടാനുണ്ട്. ലൈനിങ്ങിന്റെ തുണിമേണ് ഇത്രയും നേരം നമ്മൾ വെട്ടിയത്. അപ്പോൾ വെട്ടുമ്പോൾ ഇതിന്റെ കറക്റ്റ് ഇത് ഒരു പ്രിന്റ് ഉള്ളത്, ഒരു എംബ്രോയിഡറി, ഒരു വർക്കുള്ളതാണ്. അപ്പോൾ ഞാനത് ഇതിന്റെ മേളിൽ കറക്റ്റ് ആക്കി ലെവൽ ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ഇതിന്റെ മേളിൽ കൂടെ വെട്ടിയെടുക്കുക. ഇത്രയും കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ഈ പരിപാടി കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ വെക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ ബോഡി പാർട്ട്, ഇതിന്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും വെട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമുക്ക് തുണി ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ഒതുക്കി ഇട്ടിട്ട് വെട്ടാട്ടോ. ചില തുണികൾക്ക് കുറവായിരിക്കും, അപ്പൊ അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം വെട്ടാനായിട്ട്. ആദ്യം തന്നെ നമ്മൾ വെട്ടാൻ പോകുന്നത് ബാക്കിന്റെ ഭാഗത്തിന്റെയാണ്. അതിങ്ങനെ വെക്കുക. ഡൗട്ട് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നൊക്കെ കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും തുണി നീങ്ങാതിരിക്കാൻ വേണ്ടി പിന്നൊക്കെ കുത്തിയിട്ട് ചെയ്യാട്ടോ. ഞാൻ പിന്നെ എളുപ്പത്തിന് ചെയ്യണമെന്ന് മാത്രമേ. ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് പിടിച്ചു കഴിഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും പിന്നെ ഇങ്ങനെയുള്ള ഡൗട്ട് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മേളിൽ കൂടെ ഇങ്ങനെ വരച്ചൊക്കെ വെച്ചതിന് ശേഷം വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതിൽ കിട്ടും. എപ്പോഴും ചെയ്യുമ്പോൾ അളവ് നോക്കാം. ഇവിടെ 2.5 അല്ലേ എന്നൊക്കെ കറക്റ്റ് ആക്കി നോക്കിയതിന് ശേഷം മാത്രമേ വെട്ടാൻ പാടുള്ളൂ കേട്ടോ. ഫ്രണ്ട് ഭാഗം നമ്മൾ ഓൾറെഡി കുഴിച്ചു വെട്ടിയായിരുന്നു ഇതിനകത്ത്. അപ്പൊ ഈ ഭാഗത്തിന്റെ നല്ല ഭാഗം നല്ല തുണിയിൽ നമ്മൾ വെട്ടി. ഇനി അടുത്തത് ഈ ടക്കൊക്കെ ഉള്ള വരുന്ന ഇതില്ലേ, അത് വെട്ടിയെടുക്കാൻ വേണ്ടത്. അപ്പൊ ഞാനിപ്പോ വരച്ച് വെച്ചത് നോക്കണ്ട കാര്യം, ഞാൻ നേരത്തെ 4 മടക്കിയിട്ടെന്ന് നോക്കിയപ്പോ തുണി തികഞ്ഞില്ല. അപ്പൊ ഈ സാരിയുടെ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൗസിന്റെ തുണി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉള്ള കളറ് ഒരു ബ്ലൂ കളറിലാണ്. ഈ ഭാഗത്തുനിന്ന് കാണാൻ പറ്റുമോ അറിയില്ല. അതെ, ഇങ്ങനത്തെ തരം ഒരു ബ്ലൂ കളറാണ്. ഇനി അതിന് എക്സ്ട്രാ പീസ് എടുക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓരോ ഭാഗങ്ങളിൽ ഒരുമിച്ച് വെച്ച് വെട്ടണതിന് പകരം ഓരോ ഭാഗം വരച്ച് വെച്ചിട്ട് സെപ്പറേറ്റ് വെട്ടുകയാണ് ചെയ്യണേ. അപ്പൊ അതായത് ഇങ്ങനെ ഞാൻ ഇതിന്റെ മേളിൽ കൂടെ വെച്ചിട്ട് ഇങ്ങനെ വരച്ച് നോക്കിയതാ കറക്റ്റ് കിട്ടുമോന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഏകദേശം ഇത് ഓക്കെ ആയി. ഇനി അതുപോലെ തന്നെ ഇപ്പുറത്തുനിന്ന് ഇത് ഇങ്ങോട്ട് തിരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പീസും ഇവിടെ നിന്ന് കിട്ടും. നമ്മൾ 4 മടക്കിയിട്ടൊരു തുണി തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് വെട്ടിയാലും മതി കേട്ടാ. എന്നിട്ട് ഇതും ഇതേപോലെ തന്നെ വരച്ചെടുക്കുക. തുണി തികഞ്ഞില്ല എന്നുള്ള പ്രോബ്ലം അപ്പം ഉണ്ടാവില്ല. അപ്പൊ ഈ പീസും ഇനി വെട്ടിയെടുക്കാം.
ഇതുപോലെ നമുക്ക് ഈ പീസും വെട്ടിയിട്ട് കാണാം കേട്ടോ. അപ്പൊ നമ്മളുടെ ബ്ലൗസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ ബാക്ക് പോർഷൻ വെട്ടി കഴിഞ്ഞു. വിത്ത് ലൈനിങ് കണ്ടോ നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിന്റെ ടക്ക് ഇടുന്നത് കഴിഞ്ഞു, ബാൻഡ് കഴിഞ്ഞു, കൈ കഴിഞ്ഞു. ഇനി ചെറിയ ചെറിയ ഫ്രണ്ടില് പിടിപ്പിക്കുന്ന പോർഷൻസ്, അങ്ങനെ ചെറിയ ചെറിയ കട്ടിങ്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോ ഈ കട്ട് ചെയ്തതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പഠിച്ചെടുക്കാനായിട്ട്. 1-2 പ്രാവശ്യമൊക്കെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ഇതാവുള്ളൂ. ഇനി ഇതിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ വേറെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്